ഓണാഘോഷങ്ങളുടെ ഭാഗമായി ജനം TV നടത്തുന്ന മെഗാ അത്തപ്പൂ മത്സരവും സ്വർണ്ണ വേട്ടയും എറണാകുളം ഫോറം മാളിൽ ആരംഭിച്ചു. നിരവധി ടീമുകളാണ് ആവേശത്തോടെ പങ്കെടുക്കുന്നത്. സ്വർണ്ണ സമ്മാനം നേടാൻ അവസരമൊരുക്കുന്ന സ്വർണ്ണവേട്ട ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുക. വേദിയിൽ നിന്ന് മിഥുൻ അയ്യപ്പനാണ് ചേരുന്നത്. മിഥുൻ, എന്തായാലും ഓണക്കാലമായതോടുകൂടി ജനം TVയുടെ നേതൃത്വത്തിൽ ഈ നടക്കുന്ന സ്വർണ്ണവേട്ടയും അതോടൊപ്പം തന്നെ ഓണാഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന മെഗാ അത്തപ്പൂ മത്സരവും എത്രത്തോളം ആവേശത്തോടെയാണ് എറണാകുളം ഏറ്റെടുത്തിരിക്കുന്നത്? ഗൗതം, തീർച്ചയായിട്ടും നമുക്കറിയാം മലയാളികളുടെ ഒരു ആഘോഷ വസന്തമാണ് ഓണം. ആ ഓണത്തെ ജനം TV വളരെ വലിയ ആഘോഷത്തോടെ തന്നെയാണ് വരവേൽക്കുന്നത്. നമുക്കറിയാം തിരുവനന്തപുരത്തെ ഈ അത്തപ്പൂക്കള മത്സരമെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം ഇപ്പോഴിതാ എറണാകുളം ഫോറം മാളിൽ എത്തിയിരിക്കുകയാണ് ജനം TV സംഘം. ഇവിടെ അത്തപ്പൂക്കള മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. എണ്ണം പറഞ്ഞ ആറ് ടീമുകളാണ് ഇത്തവണ എറണാകുളത്ത് നടക്കുന്ന മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ പൂക്കള മത്സരം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നായി പ്രധാനപ്പെട്ട ടീം അംഗങ്ങളാണ് ഇപ്പോൾ ഏതാണ്ട് 11:30 കൂടിയാണ് നമ്മുടെ ഈ പൂക്കള മത്സരം ആരംഭിച്ചത്. ഇപ്പോൾ 1 മണിക്കൂറൊക്കെ പിന്നിട്ട് കഴിഞ്ഞു. ഈ പൂക്കള മത്സരത്തിന്റെ ആങ്കർമാരായിട്ടുള്ളത് നമ്മുടെ ഗൗരിയും വിഷ്ണുവാണ്. വിഷ്ണു, എത്രത്തോളം ആവേശത്തോടെയാണ്? വളരെയധികം ആവേശത്തിലാണ്. എസ്പെഷ്യലി ഫോറം മാളിനെ കുറിച്ച് പറയുമ്പോൾ വളരെയധികം സപ്പോർട്ടീവാണ്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമുക്ക് വിജയെ കാത്തിരിക്കാനുള്ള ഒരു സർപ്രൈസിലാണ്. ഗൗരി, ഡെസ്കിൽ നിന്ന് ഇവിടെ എത്തിയപ്പോൾ പൂക്കള മത്സരത്തിന്റെ ഒപ്പം കൂടിയപ്പോൾ എന്താ തോന്നുന്നത്? ഞാനിപ്പം ട്രിവാൻഡ്രം തൊട്ട് തുടങ്ങിയതാ. അപ്പം ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ട്രിവാൻഡ്രത്തെ മത്സരം കഴിഞ്ഞു, അവിടുത്തെ വിജയികളൊക്കെ പ്രഖ്യാപിച്ചു. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും അതിനേക്കാൾ വാശി കൂടിയ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. സോ അതിൽ ഇനി അടുത്ത് നമ്മൾ കോഴിക്കോട്ടോട്ട് പോകുന്നുണ്ട്. അതെ, കൊച്ചി കഴിഞ്ഞിട്ടില്ല, ഇനി കോഴിക്കോട്ടേക്ക്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ടീം അംഗങ്ങളെയാണ്. നമുക്ക് ഒന്നാമത്തെ ടീമായിട്ട് മത്സരിക്കുന്നത് ഇതാ ഈ പൂക്കളമാണ്. ഈ പൂക്കളം അതിന്റെ പകുതിയോളം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, എവിടെ നിന്നാണ് വരുന്നത്? വൈപ്പിൻ കൊച്ചിക്കാർ തന്നെയാണ്. ടീമിന്റെ പേരെന്താണ്? ചിത്തിരാജ്. സ്ഥിരം പ്രൊഫഷണൽ ആയിട്ടുള്ള പൂക്കള മത്സരത്തിൽ വരുന്നത്. എത്ര വർഷമായി നിങ്ങളുടെ ടീം? ഞങ്ങൾ 30 വർഷത്തോളമായി. നമുക്കറിയാം 7 പേരടങ്ങുന്ന ടീമാണ് ഈ പൂക്കള മത്സരത്തിൽ പങ്കെടുക്കേണ്ടത്. അതാണ് നിയമവലി. അപ്പോൾ അതിൻ്റെ ആ പൂക്കളം പ്രേക്ഷകരെ കാണാം. അവരിപ്പോൾ ശ്രമപ്പെട്ട് നമ്മൾ കൂടുതൽ ശല്യം ചെയ്യുന്നില്ല. കാരണം അവർ ഒരു 25,000 രൂപ ഒന്നാം സമ്മാനം നൽകുന്ന പൂക്കള മത്സരമാണ് നമ്മൾ ജനം TV നടത്തുന്നത്. അതിപ്പോൾ അവിടെ പുരോഗമിച്ചിരിക്കുന്നു. ഇത് ടീം 2, രണ്ടാം ടീം. ചേട്ടാ, എവിടെ നിന്നാണ് വരുന്നത്? വരാപ്പുഴ. അതും കൊച്ചി എന്നുള്ള ടീമാണ്. എങ്ങനെയുണ്ട് ചേട്ടാ, എത്ര നാളായി ഈ ടീമിന് ഈ ഒരു പൂക്കള മത്സര വേദി? ഞങ്ങളൊരു 10-25 വർഷത്തിന് 25 വർഷം. പിന്നെ നമ്മളൊരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും മത്സരരംഗത്തേക്ക് ഇറങ്ങിയാണ്. ഈ ഓണക്കാലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മത്സരങ്ങളുടെ ഭയങ്കര സന്തോഷമുള്ള സമയമാണ്. കാരണം പൂക്കളങ്ങൾ അത്തം തുടങ്ങി നമ്മൾ അത്തച്ചമയത്തിന് പൂക്കള മത്സരം സ്റ്റാർട്ട് ചെയ്യാനാണ്. അതിനുശേഷം ഒരു തിരുവോണം കഴിഞ്ഞ് അതും കഴിഞ്ഞ് മത്സരങ്ങൾ ഉണ്ടാവും. ഇത്തവണ അത്തച്ചമയത്തിന് സമ്മാനം കിട്ടിയായിരുന്നു? നമുക്ക് ഫസ്റ്റ് കിട്ടിയായിരുന്നു. ഫസ്റ്റ് ടീമാണ്. തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന് ഒന്നാം സമ്മാനം കിട്ടിയ ടീമാണ് മഴവിലാഴ്സ് വരാപ്പുഴ. മഴവിലാഴ്സ് ഞാൻ കണ്ടായിരുന്നു, ആ ഡിസൈൻ കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ടീമിനെ പരിചയപ്പെടാം. ഗൗതം, മൂന്നാമത്തെ ടീം ഇതാ ഈ ടീം മൂന്നാമത്തെ ടീമാണ്. എവിടുന്നാ വരുന്നത്? തൃപ്പൂണിത്തുറ. ഇപ്പോൾ പൂക്കള മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിത് എത്രാമത്തെ മത്സരമാണ് ഈ സീസണിലെ? ഒരു മൂന്നാമത്തെ മത്സരമാണ്. ഓക്കെ, അവരും പുരോഗമിച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാം ഈ നിശ്ചിത സമയത്തിനുള്ളിൽ വളരെ മനോഹരമായി പൂക്കളമിടുന്ന ആ നിയമാവലികളെല്ലാം തന്നെ പാലിച്ചുകൊണ്ട് പൂക്കളമിടുന്നവരെയാണ് 25,000 രൂപ ഒന്നാം സമ്മാനം കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2ഉം 3ഉം സമ്മാനം നേടിയ ടീമുകൾക്ക് ഇതുപോലെ തന്നെ വലിയ ക്യാഷ് പ്രൈസുകളാണ് ഉള്ളത്. നമുക്കിപ്പോൾ ഇത് നാലാമത്തെ ടീമാണ്. നാലാമത്തെ ടീം. ചേട്ടാ, എവിടുന്നാണ് വരുന്നത്? ചേട്ടാ, പള്ളുരുത്തി. കൊച്ചിയിൽ നിന്ന് തന്നെയാണ്. എത്രാമത്തെ വേദിയാണ് ഈ വർഷത്തെ? രണ്ടാമത്തെ വേദി. ഇത് അത്തച്ചമയത്തിൽ പങ്കെടുത്തു. സമ്മാനാർഹമായത് സെക്കൻഡ്. അത്തച്ചമയം, അതായത് തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന് 2ാം സമ്മാനം കിട്ടിയ ടീമാണ്. ഇത്തവണ ഇവർ വിട്ടുകൊടുക്കില്ല. കാരണം 1ാം സമ്മാനം നേടിയ ടീം അവിടെയുണ്ട്. ഇത്തവണ 1ാം സമ്മാനം കൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ഇവർ കരുതുന്നത്. ചേട്ടാ, ഈ ഡിസൈനൊക്കെ നിങ്ങൾ ഒരു വർഷം ഒരൊറ്റ ഡിസൈനിൽ തന്നെയാണ് പിടിക്കുന്നത്? കാരണം എത്ര പെട്ടെന്നാണ് നിങ്ങൾ വരച്ചു തീർത്തത്? ഞങ്ങൾ 10-15 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ വരച്ചു തീർക്കും. അതാണ് ഞാൻ ഈ ടീമുകളെ ഏറ്റവും പെട്ടെന്ന് വരച്ചു തീർത്ത ടീം നിങ്ങളാണ്. ഞങ്ങൾ വർഷങ്ങളായി ഈ പരിപാടിയും കൊണ്ട് നടക്കുന്നത്. അത് ചില്ലറ കളിയല്ല. ഈ പൂക്കള മത്സരം എന്ന് പറയുന്നത് ചില്ലറ കളിയല്ല. അവരെല്ലാം പ്രഗത്ഭരാണ്. നമുക്കറിയാം ഈ ടീം നമുക്ക് ജനം TVക്ക് വീണ്ടും ഇതിനു മുമ്പുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തൊരു ടീമാണ്. ചേട്ടാ, എവിടെ നിന്നാണ് വരുന്നത്? ചേട്ടാ, ഞങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്നത്. മലപ്പുറം പേര്? ഞങ്ങൾ വിറാസ് കോളേജ് വിളയങ്കോട് പയ്യന്നൂർ അവർ സ്പോൺസർ ചെയ്തൊരു ടീമാണ്. അവിടുത്തെ വിദ്യാർത്ഥിയാണ് മിർസാലി.
ഓക്കെ, കഴിഞ്ഞ ജനം ടി വിയിൽ ഇപ്പോൾ നമ്മളായിരുന്നു വിന്നർ. തിരുവനന്തപുരം കഴിഞ്ഞതിൽ ഇപ്പോൾ നമ്മളായിരുന്നു വിന്നർ. അപ്പോൾ തിരുവനന്തപുരത്ത് 1ാം സമ്മാനം നേടിയ ടീമാണ് കൊച്ചിയിൽ വന്നിട്ടുണ്ട്. ഇവരിവിടെ എത്ര സമ്മാനം നേടുമെന്നൊക്കെ നമുക്ക് കാത്തിരിയണം. ഇതിപ്പോൾ ഇനിയിപ്പോൾ അവസാനത്തെ ടീം 6 ടീമുകൾ മത്സരിക്കുന്ന ഈ പൂക്കള മത്സരത്തിൽ 6ാമത്തെ ടീമാണ്. ചേട്ടാ ചേട്ടാ എവിടുന്നാണ് വരുന്നത്? എളമക്കര. നമ്മുടെ ഓഫീസിന് തൊട്ടടുത്തുള്ള ടീമാണ്. അതെ അതെ. ഇപ്പോൾ ഈ സ്ഥിരം മത്സരിക്കുന്ന ആളാണെന്ന് നമുക്കറിയാം. പൂക്കളത്തിൻ്റെ ഡിസൈനൊക്കെ കണ്ട് പറയുന്നത് എന്താണ് ഇത്തവണത്തെ പൂക്കളത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണ് ഒരുക്കുന്ന സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന പൂ വെച്ച് തന്നെ നമ്മൾ മാക്സിമം യൂസ് ചെയ്ത് പൂക്കളം നിർമ്മിക്കുക എന്നുള്ള ഇതാണ് കോൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തേക്കണത്. ചെത്തി അതേപോലെ ചെമ്പരത്തി അതൊക്കെ വെച്ചിട്ട് പൂക്കളം നിർമ്മിക്കുക എന്നുള്ളൊരു ഇത് തന്നെയാണ് കേട്ടെങ്കിൽ. അതാണ് നമ്മളിപ്പോൾ എല്ലാ ടീം അംഗങ്ങളെയും പരിചയപ്പെട്ട് കഴിഞ്ഞു. ഈ പൂക്കള മത്സരം 3 മണിയോട് കൂടിയാണ് 2:30-3 മണിയോട് കൂടിയാണ് അവസാനിക്കുക. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മത്സരം കൂടി നടക്കുന്നുണ്ട്. സ്വർണ്ണവേട്ട എന്നുള്ളതാണ്. 1/4 പവൻ 1ാം സമ്മാനവും അതുപോലെ തന്നെ നിരവധി സ്വർണ്ണ സമ്മാനവും കരസ്ഥമാക്കാൻ കഴിയുന്ന ആ സ്വർണ്ണവേട്ട ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കും. അങ്ങനെ ഈ ഫോറം മാളിൽ വലിയ ആവേശത്തോടു കൂടിയാണ് ജനം ടി വി ഈ ഓണത്തെ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 6 ടീമുകളുടെ മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ ശക്തിയേറിയ മത്സരമാണ്, വാശിയേറിയ മത്സരമാണ്. കാരണം ശക്തിയല്ല, വാശിയേറിയ മത്സരമാണ്. ഏറ്റവും മികച്ച പൂക്കളം ആരാണ് ഇടുക എന്നുള്ളത് പരസ്പരം അവർ മത്സരിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്ക് ഇതൊരു മത്സരം മാത്രമല്ല, ഇതിനു മുമ്പും പല വേദികളായി ഏറ്റുമുട്ടിയ ടീമുകൾ കൂടിയാണ് ജനം ടി വിക്ക് വേണ്ടിയും ഇവിടെയും ഏറ്റുമുട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ തന്നെ ഒരു വാശിയേറിയ ഒരു സൗഹാർദ്ദപരമായിട്ടുള്ളൊരു മത്സരം കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. 2:30-ഓടെ വിധികർത്താക്കൾക്കും അവർ ആരാണ് വിജയികൾ എന്ന് അവർ എന്തായാലും വ്യക്തമാണ്. ജനം ടി വിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സ്വർണ്ണവേട്ട, അതോടൊപ്പം അത്തപ്പൂക്കള മത്സരം, ഓണാഘോഷ പരിപാടികൾ എറണാകുളത്താണ് ഇന്ന് നടക്കുന്നത്. മിഥുൻ.